ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ഋഷഭ് പന്ത് ഓൾഡ് ട്രാഫോർഡിൽ ഔട്ടായി പോയ ഗില്ലിനെ കൂക്കുവിളികളോടെയാണ് യാത്രയാക്കിയത് കാണികൾ. അതിലും ഇരട്ടി ശബ്ദത്തിൽ കൈയടിച്ചാണ് ക്രീസിലേക്ക് വരുന്ന ഋഷഭിനെ വരവേൽക്കുന്നത്. ഒരിക്കൽ കൂടി മത്സരം ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുമെന്ന് തോന്നിപ്പിച്ചെടുത്തു നിന്നുമാണ് അൺഫോർച്ചുനേറ്റ് ഇഞ്ചുറി വരുന്നത്. ഋഷഭ് റിട്ടയർഡ് ആകുന്നതോടെ വീണ്ടും മത്സരം ഇംഗ്ലണ്ട് തങ്ങളുടെ കൺട്രോളിൽ വരുത്തുകയായിരുന്നു. രണ്ടാം ദിവസത്തെ ന്യൂ ബോളിൽ ഇംഗ്ലണ്ട് നിറഞ്ഞാടിയപ്പോൾ ഈ സീരീസിൽ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷ വേണമെങ്കിലും ഈ മത്സരം ജയിച്ചേ മതിയാകൂ എന്ന ഘട്ടത്തിൽ പരിക്കേറ്റ കാലുമായി തൻ്റെ രാജ്യത്തിൻ്റെ പ്രതീക്ഷകൾ കാക്കാൻ ഋഷഭ് വീണ്ടും ഇറങ്ങുകയാണ്. ദാറ്റ് വാസ് അൾട്ടിമേറ്റ് ബോക്സ് ഓഫീസ് എൻട്രി. ഓൾഡ് ട്രാഫോർഡ് സ്റ്റേഡിയം മുഴുവനും കയ്യടികളും ആരവങ്ങളുമായിട്ടായിരുന്നു ആ ഫൈറ്ററെ വരവേറ്റത്. വെസ്റ്റ് ഇൻഡീസ് പേസർമാർക്കെതിരെ തകർന്ന താടിയല്ലുമായി വീണ്ടും ബാറ്റ് ചെയ്ത അൻഷുമാൻ ഗേക്വാദിൻ്റെയും തകർന്ന താടിയല്ലുമായി ബോൾ ചെയ്യുന്ന കുംബ്ലയുടെയും ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്ത യുവരാജ് സിംഗിൻ്റെയും ഇമേജുകൾക്കൊപ്പം വലത് കാൽ സ്ട്രാപ്പ് ചെയ്ത് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടി ടീമിന് വേണ്ടി പൊരുതിയ ഋഷഭിൻ്റെയും ഇമേജ് ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. ഡിയർ ഋഷഭ്, യു ആർ എ ഫൈറ്റർ. ഗെറ്റ് വെൽ സൂൺ.